കമന്റിൽ ചോദിച്ചിരുന്നു എന്റെ സ്റ്റേഷനറി ഹാള് കാണിക്കണം അങ്ങനെ ചോദിച്ചിരുന്നു ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ വീഡിയോ എടുക്കുന്ന ഫ്രണ്ട്സ്. ഇതിൽ നമ്മൾ നിമിഷാസോൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ 2-3 സാധനങ്ങളുണ്ട്. പിന്നെ മൊത്തം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ എന്റെ ഇത്രയും കാലത്തെ സാധനങ്ങളാണ് ഫ്രണ്ട്സ്. കുറെ എണ്ണൊക്കെ കഴിഞ്ഞ് ഞാൻ പൊട്ടിച്ച് തകർത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറെ സാധനം ഇതൊക്കെയാണ് എന്റെ സാധനങ്ങൾ എന്ന് പറയുന്ന ഫ്രണ്ട്സ്. എനിക്ക് എന്റെ കുറെ ഇനിയ സാധനം ഉണ്ടായി ഫ്രണ്ട്സ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ആകെ കൊളായി ഫ്രണ്ട്സ്. ആകെ പൊട്ടിയൊക്കെ കാരണം കുറെ മുന്നത്തെ ആയിരുന്നു പണ്ടത്തൊക്കെ. ഇപ്പൊ ഞാൻ ഒരു 2-3-4 മാസം ഒരു ഏകദേശം ഒരു കൊല്ലത്തിന്റെ ഉള്ളത്തെ സാധനങ്ങളാണ് ഫ്രണ്ട്സ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാം ഫ്രണ്ട്സ്. എന്റെ കൂടുതലും സ്ക്രാപ്പിങ്ങിന്റെ സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ ഇത് നമ്മുടെ സ്ക്രാപ്പിങ്ങിന്റെ ഓരോ മെറ്റീരിയൽ പേപ്പേഴ്സ് പോലെയുള്ളതാണ് ഫ്രണ്ട്സ്. കുറേ ഉണ്ട്. ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഫ്രണ്ട്സ്. ഞാനും കാക്കയും കൂടി ചെയ്തിട്ട് ഞാനാണ് പിന്നെ ചെയ്തത്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളുടെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടും ഫ്രണ്ട്സ്. പൊളിയല്ലേ? പിന്നെ അതേപോലത്തെ സെയിം ആണ്. ഇതേപോലത്തെ മെറ്റീരിയൽ പേപ്പർ തന്നെയാണ് ഇതും. സെയിം തന്നെയാണ്. സെയിം അല്ല, വേറെ മെറ്റീരിയൽസ് ആണ്. പിന്നെ വരുന്നത് ഇങ്ങനത്തെ വേറൊരു ഇങ്ങനെ ഡിസൈൻ പേപ്പേഴ്സാണ്. ഇത് പേപ്പറല്ല, വേറൊരു തിക്കായ ഷീറ്റ് പോലെയാണ്. ഇതാ ഫ്രണ്ട്സ്. ഇത് കുറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗോഡ് ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിലായിരുന്നു സ്ക്രാപ്പിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ്. കുറേ ഉണ്ട് കാരണം ഫ്രണ്ട്സ്. ഇതൊക്കെ ഒരു ടൂർ ഡെസ്റ്റിനേഷൻ അങ്ങനത്തെ ഒരു ഇതിൽ പെട്ടതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവിടെ വെക്കാം, ഇവിടെ തന്നെ വെക്കാം ഫ്രണ്ട്സ്. ഇനി നെക്സ്റ്റ് ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് തോന്നുന്നത് ഫ്രണ്ട്സ്. മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ കണ്ടോ, ഇതാ ഫ്രണ്ട്സ് ഇത്ര കുറച്ച് സാധനങ്ങളുണ്ട് കണ്ടോ. യൂണിക്കോൺ ഒക്കെ ഉണ്ടോ ഫ്രണ്ട്സ്. ഇത് മൊത്തം റെയിൻബോ കളർഫുള്ളാണ് ഫ്രണ്ട്സ്. പിന്നെ ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ഇത് ഞാൻ എവിടെ പോയപ്പോൾ ഫ്രണ്ട്സ് വാങ്ങി. ഞാൻ എറണാകുളത്ത് പോയപ്പോൾ അവിടെ ഇതൊരു ബുക്കിൻ്റെ ഒരു ഇതിലുണ്ട്, അവിടുന്ന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. ഇത് പോസ്റ്റ് കാർഡ് പോലെയാണ് ഫ്രണ്ട്സ്. അത് എനിക്കറിയാം. ഞാൻ ചോദിച്ചു ഇതേപോലത്തെ മെറ്റീരിയൽ പേപ്പറാണ്. പൊളിയല്ലേ ഫ്രണ്ട്സ്? എന്നാലും തൊട്ടിക്കൊക്കെ ചെയ്യാം ഫ്രണ്ട്സ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന പൗച്ചുകളാണ് ഫ്രണ്ട്സ്. ഇതിൽ ഈ ഒരു 3 പൗച്ച് ഞാൻ മിനിഷാസോൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. എങ്ങനെയുണ്ട്? ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പൗച്ചുകളാണ്. ആദ്യം ഈ ഒരു സക്കൂറ ഷോ വന്ന ഇതാണ് ഫ്രണ്ട്സ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. കാക്കാനോട് വയ്ക്കേണ്ടി വരും ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ്, ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫ്രണ്ട്സ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ മിനിഷാസോൾ സ്റ്റോറിലുണ്ട് ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇവിടെ കാണുന്ന നമ്പറിൽ കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മളുള്ളത് പോപ്പിറ്റ് പൗച്ചാണ് ഫ്രണ്ട്സ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ കുറേ മുന്നേ മിനിഷാസോൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഫ്രണ്ട്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കസിന് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. കസിന് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കാക്കനോട് മെല്ലെ ചോദിച്ച് മെല്ലെ വാങ്ങിയതാണ് ഫ്രണ്ട്സ്. കാക്കക്ക് പൈസ കൊടുക്കണം ഫ്രണ്ട്സ്. കാക്ക ഉദ്ദേശിച്ച പോലെയല്ല ഫ്രണ്ട്സ്. ഞാൻ കാക്കക്ക് ഫ്രണ്ട്സ്, പക്ഷേ കാക്ക എനിക്ക് ഓഫറൊക്കെ തരും ഫ്രണ്ട്സ്. ഞാനല്ലേ. ഈ നെക്സ്റ്റ് ഇതാണ് ഫ്രണ്ട്സ്. ഇതും നമ്മൾ മിനിഷാസോൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഫ്രണ്ട്സ്. യൂണിക്കോണിൻ്റെ പൗച്ചാണ്. ഇത് ഞാൻ ഏകദേശം 1 മാസമായിട്ടുണ്ട് മേടിച്ചിട്ട് കാക്കനേന്ന്. അതൊക്കെ ഞാൻ മെല്ലെ കാക്കനെ സോപ്പിട്ട് വാങ്ങിക്കുന്നത് ഫ്രണ്ട്സ്. ഇത് പക്ഷെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഫ്രണ്ട്സ്. ഇത് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് നമ്മുടെ കസൂരി അവിടെ നിന്നാണ്, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ സാധനം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ഇതിന് 250 ആണ് ഫ്രണ്ട്സ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം നമ്മൾ ഏകദേശം 2-3 ആഴ്ച മുമ്പ് 2-3 ആഴ്ച ആയിട്ടുള്ളൂ അല്ലേ? ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ നമുക്കൊരു സബ്സ്ക്രൈബറും കിട്ടിയ ഫ്രണ്ട്സ്. ആരത് നമ്മൾ കാണാത്ത കണ്ടിട്ടില്ല. ഇന്നെ നേരെ കണ്ടിട്ടില്ല. എന്റെ വീട് കണ്ട. പിന്നെ അവിടെ തന്നെ കണ്ടത് ഫോണിൽ കണ്ടിട്ടുണ്ടോ? ഫോണിൽ കണ്ടോ? ആരാണത്? ആളെ പേരെന്താ? ഇപ്പൊ പേര് പറയും. ഐദീൻ. ഈ ഫോണിൽ കണ്ട ആളെ പേരെന്താ? ആ ഫോണിൽ കണ്ട ആളെ പേരെന്താ? അന്റെ പേരല്ല. ഈ താത്തന്റെ പേരെന്താ? മിൻഷ. ഈ മിൻഷനെ ഫോണിൽ കണ്ടു. അത് ശരി. അമ്മൻ നാച്ചു ആണെന്ന് ഫ്രണ്ട്സ്. ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല ഫ്രണ്ട്സ്. എന്താണ് ഒന്നുകൂടി പറയാവോ? ഹലോ പേരൊന്നുകൂടി പറഞ്ഞോ. പേരൊന്നുകൂടി പറയോ? അടിപൊളി. അതെ ഫ്രണ്ട്സ്. എത്രയില്ല പഠിക്കുന്നുണ്ടോ?
ഓക്കെ, അപ്പൊ നമ്മളെ വീഡിയോന്റെ ഇടയിൽ കൂടെ നമ്മളെ 2 കുഞ്ഞ് സബ്സ്ക്രൈബറും കൂടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ രണ്ടാളോരോ ടാറ്റ പറഞ്ഞേ. ഒരു ഹലോ ആദ്യം കാണിക്കാം. ഹലോ. നിങ്ങളിപ്പോ കണ്ട നമ്മുടെ കുഞ്ഞി 2 സബ്സ്ക്രൈബേഴ്സ് ആണ് ഫ്രണ്ട്സ്. നമ്മൾ വീഡിയോ എടുക്കുന്നിടത്ത് ഫ്രണ്ട്സ് ഓടി വന്ന 2 ആൾക്കാരാണ് ഫ്രണ്ട്സ്. ഇതേപോലെ നിങ്ങളാണ് ഫ്രണ്ട്സ് നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മള് 1.5 മില്യൺ ഫാമിലി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാണ് ഫ്രണ്ട്സ്. നമ്മളിപ്പോ സെലിബ്രേഷൻ ഇപ്പൊ 1.5 മില്യൺ സെലിബ്രേഷൻ നടത്തിക്കണം. 1.5 മില്യൺ സെലിബ്രേഷൻ ഇല്ല, 2 മില്യൺ നമുക്ക് സെലിബ്രേഷൻ നടത്താം. ഇതേതൊരു തോക്ക് ഫ്രണ്ട്സ്, ഇത് പെന്നാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ ഇനി വരും ഫ്രണ്ട്സ്. ഇനി കുറെ സാധനം സ്പൂണൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അതൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇനി നമ്മൾ നോക്കുന്നത് ഫ്രണ്ട്സ്, ഇത് എന്റെ ഒരു കിടിലൻ സാധനം. എന്റെ കിടിലൻ സാധനം ഇത് എല്ലാവരുടെയും കിടിലൻ സാധനമാണ് ഫ്രണ്ട്സ്. ഇതാണ് ദി മണി പൗച്ച് ഫ്രണ്ട്സ്. ഇതിൽ എന്റെ സേവിങ്സും മണികളാണ് ഫ്രണ്ട്സ് ഇതിലുള്ളത്. ഞാൻ കുറെ ഈ ഡോളർ, റിയാല്, അങ്ങനെ കുറെ ഈ സൗദി അറേബ്യ അങ്ങനത്തെ കുറെ ഇങ്ങനെ എന്താണ് വിദേശ ഇന്ത്യൻ അല്ലാത്ത നോട്ടുകൾ ഞാൻ കളക്ട് ചെയ്യുന്ന ഒരാളാണ് ഫ്രണ്ട്സ്. ശരിക്കും ഞാൻ കളക്ട് ചെയ്തല്ല ഫ്രണ്ട്സ്. എൻ്റെ 2 കാക്കമാരല്ല ഫ്രണ്ട്സ്. ഓരോരുത്തർ ഞാൻ പൊക്കിയെടുത്ത ഫ്രണ്ട്സ്. കുറെ ഞാൻ ആദ്യം കാക്കടുത്ത് കാക്ക ചെറുതാകുമ്പോൾ തൊട്ട് ഇങ്ങനെ ഇതാക്കിയാണ്. കാക്കടുത്ത് ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഞാൻ പറയാൻ കിട്ടുന്ന ഫ്രണ്ട്സ് ഞാൻ മെല്ലെ ചോദിച്ച് അടിച്ചു മാറ്റിയത് ഫ്രണ്ട്സ്. കാക്കനോട് ഞാൻ ഏകദേശം 1 മാസം ചോദിച്ചിട്ടാണ് എനിക്ക് 1 കൊല്ലം മുമ്പ് എനിക്ക് തന്നത് ഫ്രണ്ട്സ്. പിന്നെ ഇഷാൻക്ക് എനിക്ക് കുറെ ഒരു കിടിലൻ സാധനം തന്നത് ഫ്രണ്ട്സ്. 1 ഉറുപ്പിന്റെ നോട്ട് ഫ്രണ്ട്സ്. മനക്കാന്നാണ് ഫ്രണ്ട്സ് ഞാൻ ഇഷാൻഖാനെ വിളിക്കിയത്. ഇന്നെ കൊല്ലം മനക്കാന്ന് വിളിച്ചത്. എനിവേ ഇതൊക്കെ നോട്ടുള്ള ഫ്രണ്ട്സ്. 1 രൂപന്റെ നോട്ടുകൾ നമ്മുടെ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടല്ല, 1 കൊല്ലം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. ഞാനല്ല, ഇഷാൻക്കാണ് കാണിച്ചത് ഫ്രണ്ട്സ്. പിന്നെ ഫ്രണ്ട്സ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. കുറെ 1 നോട്ടുണ്ട്. പിന്നെ 5 രൂപ ഉണ്ടായിരുന്നല്ലോ, അതെ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇത് 5 ആണ്. 5 പിന്നെ ഉള്ളത് ഫ്രണ്ട്സ്. ഇതാണ് കിടിലൻ സാധനം. 2 രൂപയുടെ നോട്ട് ഫ്രണ്ട്സ്. ഇത് എനിക്കാകെ ഒറ്റ നൂലി 2 രൂപ നോട്ട്. ഞാൻ 2 രൂപ നോട്ട് കണ്ട ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോ ഫ്രണ്ട്സ്. ഇതൊക്കെ കണ്ടോ? ഇത് പിന്നെ ഫ്രണ്ട്സ് പഴയ 5 രൂപന്റെ നോട്ടല്ലപ്പാ. അതെ ഫ്രണ്ട്സ്. പിന്നെ കുറെ എന്താണ് നേപ്പാളത്തത്, പിന്നെ സൗദി അറേബ്യ, അങ്ങനെ കുറെ ഉണ്ട് ഫ്രണ്ട്സ്. കുറെ ഉണ്ട്. ഇനി ഞാനിതൊക്കെ അതെ മലേഷ്യ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, പിന്നെ കുറെ ഈ സൗദി അറേബ്യ ഉണ്ട് ഫ്രണ്ട്സ്. കുറെ അങ്ങനെ ഉണ്ട്. അപ്പൊ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഇന്ത്യ രൂപ ഉണ്ട്. ഇന്ത്യ രൂപ പിന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലേ ഫ്രണ്ട്സ്. അപ്പൊ ഇനി നമുക്കിത് എല്ലാവരും നന്നായിട്ട് ഇതാക്കിയിട്ട് നമുക്ക് കാണാം. ഇന്ത്യ തരൂ ഫ്രണ്ട്സ്. എന്റെ പപ്പ അടിച്ചുകൊണ്ട് തരൂ ഫ്രണ്ട്സ്. ഇത് പറയുന്നത് ഇത് ഞാൻ കുറെ ഇത് ഫ്രണ്ട്സ് എവിടുന്ന ഞാൻ വാങ്ങിയത്. ഞാൻ പെരിന്തൽമണ്ണേന്നാണ്, നമ്മുടെ ബോബിയുടെ അവിടെ നിന്നാണ് ഫ്രണ്ട്സ് ഞാൻ ഇത് വാങ്ങിയത്. എനിക്ക് ഇപ്പോഴും പേര് ഓർമ്മയുണ്ട്. വാവ് ഫ്രണ്ട്സ്. ഇത് എന്താണ് ബോബിയുടെ ഫ്രണ്ട്സ്. ഇത് പെരിന്തൽമണ്ണ അല്ലേ അപ്പൊ ബോബിയുടെ നമ്മളത് എന്താണ് നോക്കാൻ പോയത് ഫ്രണ്ട്സ്. കണ്ടോ? ഇത് ഒരു കുഞ്ഞി ബാർബി എന്ന് പറയാം ഫ്രണ്ട്സ്. ഇതൊക്കെ ഞാൻ എത്ര മുന്നേ ഏകദേശം എത്ര കൊല്ലമായിട്ടുണ്ടാവും? ഇപ്പൊ 1 കൊല്ലമായിട്ടുണ്ടാവും, 1.5 കൊല്ലമായിട്ടായിട്ട് ഫ്രണ്ട്സ്. ഇത് സ്പാർക്കിൾ ഗേൾസ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ഞാനത് വെച്ചെടുക്കാൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിനി ഇതെടുക്കണം. ഇതെന്റെ ഫേവറേറ്റ് പാർട്ടാണ്, പെന്നുകള്, സിസേഴ്സുകള്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതാണ് എടുക്കുന്നത് ഫ്രണ്ട്സ്. ഇത് ഒരു പെന്നാണ് ഫ്രണ്ട്സ്. ഒരു പൂച്ചക്കുട്ടി. ഞാൻ പൂച്ചക്കുട്ടിയിൽ ഒബ്സസ്ഡ് ആണ് ഫ്രണ്ട്സ്. എന്റെ മനസ്സിൽ ഇപ്പോഴും ആരാണ് പെണ്ണുണ്ടത് ഇപ്പൊ അറിയോ? റോക്കി അല്ല, ഐഷു അല്ല, പിന്നെ ആരപ്പച്ചി ഗസേ? ക്ലിയോ. എനിക്ക് ക്ലിയോനെ കാണാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. അതിന്റെ ലിങ്ക് നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ക്ലിയോൺ ക്ലിയോന്റെ വീഡിയോ കാണാത്ത ആൾക്കാർ അത് കണ്ടോളൂ ഫ്രണ്ട്സ്. നമ്മൾ എന്താണ് ഇവിടെ പൂച്ചന്റെ കടയിൽ തന്നെയാണ് ഫ്രണ്ട്സ് നമ്മൾ കൊടുത്തുള്ളൂ. ഇപ്പൊ അവിടെ ചെന്നാൽ ക്ലിയോ ഉണ്ടാവില്ല ഫ്രണ്ട്സ് മിക്കവാറും. ഇപ്പൊ ക്ലിയോ ഏതെങ്കിലും വീഡിയോ വേറെ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യട്ടെ. അതെ ഫ്രണ്ട്സ്, കമന്റ് ചെയ്യാം ഫ്രണ്ട്സ്. എന്റെ ക്ലിയോ നിങ്ങളുടെ കയ്യിലുണ്ടോ ഫ്രണ്ട്സ്? ക്ലിയോനോട് അന്വേഷണം പറയണേ പ്ലീസ്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഇതാണ്. ഇത് എന്റെ ഫ്രണ്ട് ആണ് ഫ്രണ്ട്സ്. എന്റെ മദ്രസയിലെ ഫ്രണ്ട് എന്നാണ്, ഷെഹറ എന്നാണ് പേര്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഫ്രണ്ട്സ്. കണ്ടോ? അതെ ഷെഹറ എന്നാണ് ഫ്രണ്ട്സ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഫ്രണ്ട്സ്. 2 ഫ്രണ്ട്സ് ഉണ്ട്, ഷാദിയ ഷെഹറ. പിന്നെ എന്റെ ഉസ്താദ് ഉണ്ട് ഫ്രണ്ട്സ്, എന്റെ ഷബീബ് ഉസ്താദ് ഫ്രണ്ട്സ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഈ ഒരു ബട്ടർഫ്ലൈ ആണ് ഫ്രണ്ട്സ്. ഇത് നമ്മൾ മൈസൂരിന്ന് വാങ്ങിച്ചല്ലപ്പ. ഇത് നമ്മൾ മൈസൂരിന്ന് വാങ്ങിച്ചാണ്. മൈസൂരത്തെ മറ്റേതൊരു മ്യൂസിയം അല്ല, എന്തൊരു ഇതും അത് തന്നെയാണ്
ഫ്രണ്ട്സ്. പക്ഷെ ഇതിന്റെ ഇത് പോയി ഫ്രണ്ട്സ്. ഇവിടെ ഒരു എന്തൊരു ഗ്രീൻ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇത് എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കാണാതായി ഫ്രണ്ട്സ്. സ്കൂൾ ഫ്രണ്ടിനെ അതല്ല ഫ്രണ്ട്സ്, ഇത് എങ്ങനെ കാണാതായതാണ് എനിക്ക് എങ്ങനെ അറിയില്ല. അപ്പൊ ഇത് 3 നമ്മൾ മൈസൂർ വാങ്ങിയാണ് ഫ്രണ്ട്സ്. പക്ഷെ ഇത് പെണ്ണാണ് ഫ്രണ്ട്സ്. എനിവേ ഇത് വടക്കട്ടെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ ടൂർ ഫ്രണ്ട്സ്. അത് ഞാൻ പറയില്ല ഫ്രണ്ട്സ്. ഞാൻ മലമ്പുഴയ്ക്ക് ടൂർ ആയിരുന്നു ഫ്രണ്ട്സ്. സ്കൂൾ ടൂർ ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ വാങ്ങിയ ഫ്രണ്ട്സ്. ഞാൻ എന്താണ് മൻകാക്കക്ക് ഒരു കത്തിൻ്റെ ഒരു കീ ചെയിൻ വാങ്ങി. പിന്നെ എന്താണ് പപ്പയ്ക്ക് ഒരു കണ്ണാട വാങ്ങി. പിന്നെ കാക്കക്ക് ഒരു കണ്ണാട വാങ്ങി. മമ്മയ്ക്ക് 3 കമ്മൽ ഞാൻ വാങ്ങി. എനിക്ക് ഇത് 2 ഫ്രണ്ട്സ് വാങ്ങി. ഇത് ഞാൻ ശരിക്കും ഇഷാൻകാക്ക് വാങ്ങിച്ചെന്നായിരുന്നു. പക്ഷേ ഇഷാൻക വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. ഇത് ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇത് എന്താണ് ഫ്രണ്ട്സ്. സ്പൂണാണോ പെണ്ണാണോ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഭയങ്കര അവസ്ഥയിൽ നമുക്ക് തിന്നെടുക്കാം ഫ്രണ്ട്സ്. കണ്ടോ ഉച്ചക്ക് സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലഞ്ചിന് ഫുഡ് കഴിക്കാം ഫ്രണ്ട്സ്. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ലഞ്ച് കഴിഞ്ഞാൽ എഴുതാനും ചെയ്യാം. വാവ്. പിന്നെ ഫ്രണ്ട്സ് കള്ളൻ എങ്ങാനും വന്ന കള്ളൻ ചത്ത് വീഴും ഫ്രണ്ട്സ്. കണ്ടോ വാവ് ഫ്രണ്ട്സ്. എന്തൊരു ടെക്നോളജി അല്ലേ. തോക്കൊന്ന് ശരിക്കും കാണിച്ചെടുക്കുന്നത് AK-47 ആണോ നിമിഷ? AK-47 ഇതിനെപ്പറ്റി ഒന്നും അറിയാം. ഞാൻ ഏതോ തോക്കുണ്ട് ഫ്രണ്ട്സ്. ഇതിന്റെ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്രൗൺ. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിവേ അപ്പൊ ഇതാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി എന്റെ സിസേഴ്സ് ആണ് ഫ്രണ്ട്സ്. ഇത് ഓരോ ഇത് ഞാനിപ്പോ ഇങ്ങനെ നിങ്ങൾ കാണിച്ചത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഒറ്റ സെക്കൻഡ് ഫ്രണ്ട്സ്. ഞാൻ ഫയൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. വെട്ടി കാണിച്ചു തരാം. അയ്യോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഹിന്ദി അസൈൻമെന്റ് എടുത്തിട്ട് ഫ്രണ്ട്സ് കാണിച്ചു ഫ്രണ്ട്സ്. ഇത് പഴയ അസൈൻമെന്റ് ആണ്. ഞാൻ പഴയ അസൈൻമെന്റ് ഇപ്പോഴും എൻ്റെ ഇത് കണ്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ ബട്ട് ഡിസൈൻ അല്ലേ ഫ്രണ്ട്സ്. കണ്ടോ എനിക്ക് ഗുഡ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ് ഇവിടെ ഗുഡ് കണ്ടോ. പുഷ്പ ടീച്ചർ ഫ്രണ്ട്സ്. ഇങ്ങനെ കുറെ അസൈൻമെന്റ് ഉണ്ട് ഫ്രണ്ട്സ്. ഹിന്ദി ടീച്ചർ എടുക്കണ്ട. നമുക്ക് കുറച്ചും കൂടി പഴയതായിട്ട് എടുക്കാം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഏതൊക്കെ ഫ്രണ്ട്സ് ഞാനൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ബൈ ഫ്രണ്ട്സ്. ഞാൻ ഏറ്റവും ഭംഗി ചെയ്തതാണ് ഫ്രണ്ട്സ്. ഇത് കണ്ടോ മലയാള പദ്ധതി. മലയാളത്തിലത്തെ എന്താണ് സോറി ഗൈസ്. ഞാൻ ഫ്രണ്ട്സ് ഞാൻ മലയാളം മലയാളമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ മലയാളമാണ് ഫ്രണ്ട്സ്. ഗുഡ് സ്റ്റാർ ഫ്രണ്ട്സ്. ഇത് ഞാൻ മൊത്തം ടേപ്പ് കൊണ്ട് ചെയ്താണ്. എങ്ങനെയുണ്ട്? വാവ്. ഇത് കൃഷിപ്പാട്ടുകളാണ് ഫ്രണ്ട്സ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. വേറെ പേപ്പർ ഒന്നുമില്ല. വേറെ പേപ്പർ ഇല്ല. കുഴപ്പമില്ല ഫ്രണ്ട്സ്. ഇത് പഴയതാണ്. ടീച്ചറിന്റെ അടിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും പഴയ പേപ്പർ ഉണ്ടോ ഞാൻ എന്നിട്ട് പഴയതിന്റെ പറ്റി വെറും പിന്നെ ഇങ്ങനെ സിഗ്മ ടൈപ്പ് ചെയ്യണം. ഇപ്പൊ സിഗ്മ ടൈപ്പ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് സിഗ്മ ഷോട്ട് ഞാൻ ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക ഫ്രണ്ട്സ്. നമ്മൾ ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ്. സിഗ്മ ഷോട്ട് ഇപ്പൊ മൊത്തം ട്രെൻഡിങ്ങിലാണ്. നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളായ സിഗ്മ നമ്മൾ ഉണ്ടാക്കി ഫ്രണ്ട്സ്. ഇനി പെൻസിലാണ് ഫ്രണ്ട്സ്. കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ്. ഞാൻ നിങ്ങൾക്ക് ട്രിക്ക് കാണിച്ചു തരാം. ഞാൻ സൂചി കുത്താൻ പോകുന്നു. റെഡി? എന്തോ ഒരു ട്രിക്കാ ഫ്രണ്ട്സ്. കണ്ടത് ഇങ്ങനെ അടിച്ചാൽ അതെല്ലാവർക്കും അറിയാം ഫ്രണ്ട്സ്. ഞാൻ എന്തിനും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതൊരു യൂണിക്കോണിന്റെ പെന്നാണ് ഫ്രണ്ട്സ്. സാധാ പെന്നെ യൂണിക്കോണ്ടത്. ഇത് നമ്മൾ മിൻസസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. പിന്നെ ഇതൊരു കിള്ളം പെന്നാണ് ഫ്രണ്ട്സ്. ഇത് ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യും ഫ്രണ്ട്സ്. കണ്ടോ ആരെ സബ്സ്ക്രൈബ് ചെയ്യത്തെ ഫ്രണ്ട്സ്. ഇത് കണ്ടോളൂ ഫ്രണ്ട്സ്. ആരെ സബ്സ്ക്രൈബ് ചെയ്യത്തെ? ആരാ ഫ്രണ്ട്സ്. അങ്ങനത്തെ ഒരു പെന്നാണ് ഫ്രണ്ട്സ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ഈ പെന്ന് ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് എൻ്റെ പെന്നിൻ്റെ പറഞ്ഞ ഫ്രണ്ട്സ്. ഇത് പിന്നെ ഫ്രണ്ട്സ് ഇത് ഏകദേശം 3 കൊല്ലമായിട്ടുണ്ടാവും ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട് എന്നാണ് ഫ്രണ്ട്സ്. ദുബായിട്ട് 3-4 കൊല്ലമായിട്ടുണ്ടാവും ഫ്രണ്ട്സ്. ഇത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇത് ഓരോ ടോപ്പറാണ്. ഹെയ ഇത് ഫ്രണ്ട്സ്. ഇത് എന്താണ് ഷോപ്പേഴ്സ് അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഫ്രണ്ട്സ്. ഞാൻ പേരൊക്കെ മറന്നുപോയി. കണ്ട ഫ്രണ്ട്സ്. ഇത് പെൻസിലിൻ്റെ ടോപ്പറാണ്. ഇത് ഭയങ്കര ഭംഗിയ ഫ്രണ്ട്സ് കാണാൻ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇതാണ് ഫ്രണ്ട്സ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ഇതെൻ്റെ സ്ക്രാപ്പിന് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് എത്ര സാധനം ഉണ്ട്. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ കാണുന്നത് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ടേപ്പ് സെറ്റ് ഫ്രണ്ട്സ്. ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മൂവ് ചെയ്യും ഫ്രണ്ട്സ്. ഇതെടുത്താൽ പിന്നെ ഇങ്ങനെയൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത് സെക്യൂർ ചെയ്യാനാണ് ഞാൻ ടിഷ്യൂ വെച്ചത്. ഫില്ലാവും ഇപ്പച്ചിന്റെ കടമ എനിക്ക് വാങ്ങിച്ചു തരാം പറഞ്ഞപ്പോ ഇതാണ് ടേപ്പ് സെറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഈ ഒരു ബോക്സ് ഫ്രണ്ട്സ് ഇത് ശരിക്കും സ്വർണ്ണം ഇടുന്ന പെട്ടിയാണ്. പക്ഷെ എന്റെ സ്വർണ്ണം എന്ന് പറയുന്ന ടേപ്പാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിയത് മൈസൂർ
മൈസൂരിൽ നിന്ന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. നമ്മൾ സ്കൂൾ ടൂർ അല്ലേ, നമ്മൾ ഫാമിലി ടൂർ ആയപ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ ഇട്ടില്ലേന്നല്ലപ്പാ. ആ മൈസൂരിന് നമ്മൾ ഇട്ടിട്ടില്ല ഫ്രണ്ട്സ്. നമ്മൾ അത്ര ഇടാൻ നമ്മൾ സമയം കിട്ടില്ലായിരുന്നു ഫ്രണ്ട്സ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡയറിയാണ്. എനിക്ക് കുറേ ഡയറിയാണ്, എനിക്ക് ഡയറിന്റെ വട്ടാണ്. ആദ്യം നമ്മൾ ഇത് മിൻസാസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ് പോപ്പി ഡയറി ഫ്രണ്ട്സ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊന്നും ഞാൻ എഴുതിയിട്ടില്ല, അതാണ് ഞാൻ പൊളിയല്ലേ. വാവ്, ഒന്നും എഴുതാത്ത കുറേ ഡയറി ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ പോപ്പി ഡയറി, പിന്നെ എൻ്റെ സ്ക്രാപ്പ് ബുക്കിൻ്റെ ഡയറിയാണ് ഫ്രണ്ട്സ്. കണ്ടോ, ഇത് തന്നെ കുറേ സ്ക്രാപ്പ് ബുക്ക് ഉണ്ട് ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ്, കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ എന്താണ് സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രാപ്പ് ബുക്കാണ്. ഇതാണ് എൻ്റെ പഴയ സ്ക്രാപ്പ് ബുക്ക് ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്ക്രാപ്പിങ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഇതൊന്നും എനിക്ക് ഒരു മെറ്റീരിയലും ഇല്ലായിരുന്നു ഫ്രണ്ട്സ്. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ എടുത്ത് അങ്ങനെ കുറേ ഉണ്ട് ഫ്രണ്ട്സ്. ഇത് പിന്നെ 2-3 ഇത് കാക്ക ചെയ്താണ്. കാക്ക ഒന്നും ചെയ്ത് ആദ്യത്തെ സ്ക്രാപ്പിംഗ് ആണ് കാക്കൻ്റെ. പിന്നെ കാക്ക സ്ക്രാപ്പ് ചെയ്തിട്ട് കാക്ക ഇത്ര വലിയ കുട്ടിയില്ല ഫ്രണ്ട്സ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഇത് എൻ്റെ ഒരു സാധാ ഒരു ഡയറിയാണ്. ഇതൊരു ഡോട്ട് ഗ്രിഡ് ടൈപ്പാണ്. കണ്ടോ ഫ്രണ്ട്സ്, ഇതൊക്കെ ഞാൻ നിർത്തി ഫ്രണ്ട്സ്. ഇതൊക്കെ ഞാൻ ഒരു 2-3 കൊല്ലം മുമ്പ് ചെയ്താണ്. 2-3 ആയിട്ടില്ല, ഒരു 1.5 കൊല്ലം. കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഞാൻ വരച്ച കുട്ടിയാണ്. കണ്ടോ, ഞാൻ ഈ കുട്ടീനെ വരക്കാൻ നോക്കിയാണ്, പക്ഷെ അത് ഇങ്ങനെ ഏകദേശം. ഇത് നല്ല 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 കുട്ടിയാണ്. ഇത് പിന്നെ ടെറർ കുട്ടിയാണ്, മുടിയൊക്കെ എല്ലാം കളർ അടിച്ച്. കണ്ട ഫ്രണ്ട്സ്, പൊളിയല്ലേ. പിന്നെ കുറെ ഫുഡ് ഫ്രണ്ട്സ്. ഞാൻ വരച്ച മുട്ടയൊക്കെ പൊളിയല്ലേ. പിന്നെ ഇത് ഞാൻ എന്താ ചെയ്തത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ പിന്നെ ഞാൻ കുത്തി വരച്ചെടുത്താണ്. അതൊന്നും എനിക്കറിയില്ല, ഇത് എന്തോ ഒരു ആട്ടാണ്. അവോക്കാഡോ ഫ്രം മെക്സിക്കോ ഫ്രണ്ട്സ്. പിന്നെ ഇനി 3 ഡയറിന്റെ സെറ്റാണ് ഫ്രണ്ട്സ്. ഇത് ഒരു ഡയറിയാണ് ഫ്രണ്ട്സ്. കണ്ടോ, ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഫ്രണ്ട്സ്. എനിക്ക് ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരാളാണ് ഫ്രണ്ട്സ്. ഇത് ഞാൻ മിൻസാസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ മിൻസാസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. ഫ്രണ്ട്സ്, BTSന്റെ ബ്ലാക്ക് പിങ്കിന്റെയും എന്താണ് ഫാൻസ് ഉള്ള ഒരു കമന്റ് ചെയ്യാം ഫ്രണ്ട്സ്. ഞാൻ BTSും ബ്ലാക്ക് പിങ്കും വെക്കുന്ന ഞാൻ കൂടുതൽ BTSന്റെ ആളാണ് ഫ്രണ്ട്സ്. ഞാൻ ഫ്രണ്ട്സ് ബില്ലി ഐലിഷിന്റെ ആളാണ്. BTS ആൻഡ് ബ്ലാക്ക് പിങ്ക് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാം ചെയ്തോളൂ ഫ്രണ്ട്സ്. പിന്നെ ഇതാണ്. ഇനി നെക്സ്റ്റ് സീക്രട്ട് ഡയറി. സീക്രട്ട് ഡയറി ആണ് ഫ്രണ്ട്സ്. ഇതിന് കണ്ടോ ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, കീ പോയാ പിന്നെ ബുക്കിന് ഒരു കാര്യമില്ല. അത് ഞാൻ അന്ന് ഫ്രണ്ട്സ്, കീ ആണ് ഇതിന്റെ മെയിൻ കാര്യം. ഈ കുഞ്ഞി സാധനം പോയാ പിന്നെ ഈ ഡയറി കൊണ്ട് ഒരു കാര്യമില്ല. എങ്ങനെ ഫ്രണ്ട്സ്, അത്രയും നമ്മൾ നോക്കി ഇതാക്കണം ഫ്രണ്ട്സ്. ഇത് പിന്നെ സീക്രട്ട് ഡയറി ആണ് ഫ്രണ്ട്സ്. ഇതിലൊന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ എൻ്റെ സീക്രറ്റ് അറിയുന്നത് നോക്കണം ഫ്രണ്ട്സ്. ഞാൻ വേണമെങ്കിൽ ഒരു 2 മില്യനെ കഴിച്ചിട്ട് എൻ്റെ സീക്രറ്റ് പറയാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ തുറക്കുകയാണ്. ഇതിനുള്ളിൽ ഇത് എനിക്ക് നല്ല ഇതിൻ്റെ കളറാണ് ഫ്രണ്ട്സ് ഇഷ്ടം. ഇത് റെയിൻബോ പോലെയാണ് ഫ്രണ്ട്സ്. റെയിൻബോൻ്റെ കളർ കളർഫുൾ ആണ്. കണ്ടോ, യെല്ലോ, പിന്നെ അത് പിങ്ക് ആയി മാറി, പിന്നെ അത് ബ്ലൂ ആയി മാറി, പിന്നെ അത്ര തന്നെ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതൊരു സിമ്പിൾ നോട്ടാണ്. കണ്ടോ, ദിസ് നോട്ട് ബിലോങ്സ് ടു മിൻചാ ബേബി ഫ്രണ്ട്സ്. നമ്മുടെ എന്താ അയ്യോ ഞാൻ പേര് പറഞ്ഞേ, അയ്യോ എന്താണ് നമ്മുടെ ഒരു ചിരി അല്ല, പണന്തിരുമ്പടത്തിൽ പോയപ്പോൾ നമ്മുടെ എന്താണ് ജഗദീശങ്ങൾ ഇമ്മയൊക്കെ നേരെ ഇട്ടില്ല ഫ്രണ്ട്സ് പറയുന്നത് മിൻചാ ബേബി ഫ്രണ്ട്സ്. കോമഡിയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എൻ്റെ സ്റ്റിക്കേഴ്സ് ആണ് ഫ്രണ്ട്സ്. സ്റ്റിക്കേഴ്സിൻ്റെ വട്ടെന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്വന്തമാണ് ഫ്രണ്ട്സ്. കണ്ടോ, ഞാൻ യൂണിക്കോൺ ആണ് ഫ്രണ്ട്സ്. ഇതൊക്കെ 2 കൊല്ലം മുന്നത്തെയാണ്. കണ്ടോ, ഇത് സ്റ്റിക്കി നോട്ടാണ്. പിന്നെ ഇത് നമ്മുടെ കാക്കാൻ്റെ ഒപ്പം ചെയ്തപ്പോൾ നമ്മൾ വാങ്ങിയാണ് ഇത് പിന്നെ പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഫ്രണ്ട്സ്. ഇത് കാണുന്ന അന്ന് അതിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ മിനി ഡോഷി ഫ്രണ്ട്സ്. ഇതൊക്കെ ഞാൻ ഒരു കൊല്ലം മുമ്പ് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. ഇതൊന്നും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് സ്റ്റിക്കറിന് കഴിയാൻ ഈ 2 ബുക്കുകളുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ആൻറ്റിക്കാരൻ ബുക്ക്. ഇതിൻ്റെ ഞാൻ അൺബോക്സിങ് ഇട്ടിരുന്നു ഫ്രണ്ട്സ്. കണ്ടോ, അൺബോക്സിംഗ് ഇട്ട ലിങ്ക് നമുക്ക് മുകളിൽ കൊടുക്കാം, ഐ ബട്ടണിൽ കൊടുക്കാം. എവിടെ ഐ ബട്ടൺ എവിടെ വരാ? ഇവിടെ എനിക്കറിയില്ല ഫ്രണ്ട്സ്. ഇവിടെ കുറെ സ്റ്റിക്കർ ഉണ്ട് ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ പഴയതാണ് ഫ്രണ്ട്സ്. ഇതിൽ കുറെ കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി ഉള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. പക്ഷേ കഴിഞ്ഞിട്ട് വേണം അടുത്ത എഡിഷൻ വാങ്ങാൻ. അല്ല, അടുത്ത എഡിഷൻ വാങ്ങി ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാങ്ങാം ഫ്രണ്ട്സ്. ഇതൊക്കെ ഇനി കഴിയണമെങ്കിൽ 2-3 കൊല്ലം എടുക്കും. ഇപ്പച്ചി എങ്ങനെ രക്ഷപ്പെട്ടു ഫ്രണ്ട്സ്. ഇനി ഇപ്പച്ചിക്ക് 2-3 കൊല്ലം ഉണ്ട്. യെസ് ഫ്രണ്ട്സ്. കണ്ടോ,
ഇതിന് കുറേ സ്റ്റിക്കർ ഉണ്ട് ഫ്രണ്ട്സ്. ഇത്ര എനിക്ക് തീർക്കാണ്ട്, ഏകദേശം 1000 സ്റ്റിക്കർ എനിക്ക് തീർക്കാണ്ട്. ഇത് ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ തീർക്കും ഫ്രണ്ട്സ്. അയ്യോടാ 1000 സ്റ്റിക്കർ 3 മാസം കൊണ്ടാ. കാരണം ഞാൻ ഏകദേശം ഒരു സ്ക്രാപ്പിൽ ഏകദേശം 5-10 സ്റ്റിക്കറിനെ ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് പറയുന്ന ഫ്രണ്ട്സ് മിനി ഡയറി ആണ് ഫ്രണ്ട്സ്. പക്ഷെ എൻ്റെ മിനി ഡയറി തന്നെ പറഞ്ഞ ഈ ഒരു ഗോൾഡൻ ഡയറി ആണ് ഫ്രണ്ട്സ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ഡയറിയാണ്. ഞാൻ ഒന്നും എഴുതില്ല, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഫ്രണ്ട്സ്. വാങ്ങി വെക്കലുള്ളൂ മനുഷ്യ, അതിലൊന്നും എഴുതില്ലേ? അതൊക്കെ ഞാൻ എഴുതിപ്പാ. ഞാൻ ഏതോ ഉദ്ദേശിച്ച പിന്നെ ഈ ഡയറി ഒന്നും കാണാനേ ഉണ്ടാവില്ല ഫ്രണ്ട്സ്. പിന്നെ ഞാൻ തൊട്ടാ പിന്നെ അത് കേടുവരും ഫ്രണ്ട്സ്. അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ പവർ എന്ന് പറയുന്നത്, കണ്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇതാണുള്ളത് ഫ്രണ്ട്സ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് നമ്മൾ കോഴിക്കോട് നിന്ന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് ഫ്രണ്ട്സ് നമ്മളിത് വാങ്ങിയത്. കണ്ടോ നല്ല ഭംഗിയില്ലേ? സോറി മീൻ സ്പേസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഡയറിയാണ്. ഇതിൽ ഞാൻ എൻ്റെ കുറേ ഇത് ശരിക്കും എൻ്റെ പേഴ്സണൽ ഡയറിയാണ്. ഞാൻ കാണിച്ചെടുക്കണപ്പാ, കണ്ടോ. ഇതാണ് എൻ്റെ ഇത് പറഞ്ഞ. ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, കണ്ടോ. ഇതിൽ എന്നെ പടി ഫ്രണ്ട്സ്. ഇത് ഞാൻ എൻ്റെ മുടി കളർ ചെയ്യുന്നതിനെ പറ്റി എഴുതിയതാണ് ഫ്രണ്ട്സ്, കണ്ടോ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാ എൻ്റെ ഓരോരോ മുടി കളർ ചെയ്തത് എൻ്റെ ഹാപ്പി മൂമെൻറ്റ്സ് ആണ്. അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഹൈലൈറ്റർ എന്ന് പറഞ്ഞത്. ഇത് ഞാൻ മിൻസസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്, കണ്ടോ. നല്ല ഭംഗിയുള്ള ഹൈലൈറ്റർ ഫ്രണ്ട്സ്. ആദ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ റെഡുണ്ട്, പിന്നെ നമുക്ക് യെസ് ഫ്രണ്ട്സ് നമുക്ക് യെല്ലോയുണ്ട്, പിന്നെ നമുക്ക് പർപ്പിളുണ്ട്, കണ്ടോ ഫ്രണ്ട്സ്. അയ്യോ ഇത് ശരിക്കായില്ല. എനിവേ നമുക്ക് ഇങ്ങനെ കുറേ ഹൈലൈറ്റർ ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഇതൊക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് കുറേ സാധനമുണ്ട്. ഇപ്പം ഇത് ഏകദേശം 1/2 മണിക്കൂറിൻ്റെ വീഡിയോ ആവുമെന്നാണ് ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നത്. അല്ലാ ഓക്കെ, ഇനി ഇത് കൊണ്ട് നോക്കട്ടെ. ഇനിയാണ് എൻ്റെ ഹൈലൈറ്റർ ആണ് ഫ്രണ്ട്സ്. എൻ്റെ അടുത്ത് കുറേ ഹൈലൈറ്റർ ഉണ്ട്, ഏകദേശം ഒരു 20 ഹൈലൈറ്റർ അത്ര ഉണ്ടാവുള്ളൂ ഫ്രണ്ട്സ്, കുറച്ചുള്ളൂ. ഇതൊക്കെ എൻ്റെ ഹൈലൈറ്റർ ആണ് ഫ്രണ്ട്സ്, കണ്ടോ. ഇത് ഐസ്ക്രീം ഹൈലൈറ്റർ ആണ്. ഇതൊക്കെ ഞാൻ മിൻസസ് ഭംഗിയാണ്. ഫ്രണ്ട്സ് ഇതൊക്കെ എല്ലാ കളറും ഇപ്പോൾ കാണിച്ചു തന്നാൽ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഒന്നും കഴിയില്ല. ഇതൊരു ഐസ്ക്രീം തീമാണ്, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പിന്നെ വരുന്നത് സ്പേസ് തീംഡാണ് ഫ്രണ്ട്സ്, കണ്ടോ. അയ്യോ ഇത് പോയി. ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എൻ്റെ സ്പേസ് തീം എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ കീ ഇവിടുത്തെ 2 കീ ഉണ്ട് ഫ്രണ്ട്സ്. ഇതിന് 2 സ്പെയർ കീ ഉണ്ട്, 2 കീ ഉണ്ട്. ഇതപ്പോൾ ഇതിങ്ങനെ ഇവിടത്തെ വാവ് ഫ്രണ്ട്സ്. ഇത് കാണാതെ ഞാനിത് ഇവിടെ വല്ല വെക്കട്ടെ ഫ്രണ്ട്സ്. ഇതിനെ കാണാതെ ഞാൻ കരയും. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്കെയിലാണ് ഫ്രണ്ട്സ്. ഇതൊരു നല്ല ഭംഗിയുള്ള സ്കെയിലാണ്. ഇത് നമ്മൾ എറണാകുളത്ത് നിന്ന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. എറണാകുളം ഫ്രണ്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ വലുതാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ട് ഫ്രണ്ട്സ്. പൊളിയല്ലേ? ഇത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ വെക്കണം, അയ്യോ എനിക്കിനി കൂടുതൽ സ്ഥലം വേണം. അപ്പോൾ അങ്ങനെ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്കെയിലാണ്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? കിടുവല്ലേ? ഇനി നമ്മൾ എപ്പോഴും കാണുന്നത് നമുക്കിത് പൊട്ടും ഫ്രണ്ട്സ്. ഇത് ഒരു കീച്ചനാണ്. ഇത് ഞാൻ മൈസൂർ പോയ ഫ്രണ്ട്സ്. ഇതെനിക്ക് മൈസൂരിലൊരു ഓർമ്മയായിട്ട് ഞാൻ വാങ്ങിയാണ്. അല്ല ഇത് ഊട്ടിന്നാണ് വാങ്ങിയത്. ഇത് ഊട്ടിന്നാണ് വാങ്ങിയത് ഫ്രണ്ട്സ്. നമ്മൾ ഊട്ടി ഒരു ദിവസം നമ്മൾ ഊട്ടി പോയി, 2ാമത്തെ ദിവസം നമ്മൾ മൈസൂർ പോയി. നമ്മൾ ഊട്ടി പോകാനാണ് മാത്രമാണ് വിചാരിച്ചത്. പിന്നെ എൻ്റെ പല ഫ്രണ്ട് പോലെ മൈസൂർ പോകണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് മൈസൂർ പോകാം. അന്ന് ഞാൻ സ്കൂളൊക്കെ കട്ട് ചെയ്തു ഫ്രണ്ട്സ്. അപ്പോൾ അതാണിത്. അപ്പം എനിക്ക് ജലദോഷമുണ്ട്. പിന്നെ പറയുന്നത് ഇതാ ഓയിൽ പീസസും ഉണ്ട്, പിന്നെ വേറൊരു ഓയിൽ പീസും ഉണ്ട്. ഞാൻ കളർ ചെയ്യാറില്ല, എന്നാലും വെറുതെ ആവശ്യം ഇങ്ങനെ പെട്ടെന്ന് എമർജൻസി വന്നോളൂ. പിന്നെ നമ്മുടെ ഉള്ളത് പോക്കറ്റാണ് ഫ്രണ്ട്സ്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഏകദേശം 2 കൊല്ലം മുമ്പ് ഞാൻ ഇതാക്കിയിരുന്നു ഫ്രണ്ട്സ്. ഇതിൻ്റെ അപ്പം വേറൊരു ഡോളും ഇമ്മ നമ്മൾ ചാനൽ തുടങ്ങി തന്നെ ഏകദേശം 2-3 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ 2 ഫ്രണ്ട്സ് 1 കൊല്ലം മുമ്പ്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ മാറിപ്പോകും ഫ്രണ്ട്സ്. എനിവേ പപ്പയ്ക്ക് പിന്നെ എല്ലാ ഇൻഫർമേഷനും തലയിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. നല്ല പപ്പ. യെസ് ഫ്രണ്ട്സ്. പിന്നെ ഈ ഒരു സ്പിന്നർ പോലെയാണ് ഫ്രണ്ട്സ്, കണ്ടോ ഫ്രണ്ട്സ്. നിങ്ങളുടെ എന്താണ് ഇപ്പോൾ ഫ്രണ്ട്സ് ഇതിലിങ്ങനെ ഓരോ എന്താണ് ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിച്ചത്. നിങ്ങളുടെ ഏത് ഫേഷ്യൽ എക്സ്പ്രഷനാണ് നോക്കും? വെറുതെ കോമഡിയാണ്. ഓക്കെ ഏതാക്കാം ഫ്രണ്ട്സ്. ഇത് നിങ്ങൾക്ക് പേടിയാണോ? പറ്റില്ല. നിങ്ങളിപ്പോൾ ഹാപ്പിയാണ്, മാറ്റാനൊക്കെ പറ്റും ഫ്രണ്ട്സ്. പേടിയായിക്കത് ഫ്രണ്ട്സ്. ഇപ്പം ഹാപ്പി ആയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്. ഇപ്പം ഇനി ഇവിടെ നിൽക്കട്ടെ. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ്
അതിനെ ഇത് എല്ലാ ദിവസവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ഇത് ഞാൻ പ്രിന്റ് ചെയ്താണ് ഫ്രണ്ട്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രിന്റ് ചെയ്യല് ഫ്രണ്ട്സ്. ഈ കുറെ പ്രിന്റ് ചെയ്തിട്ട് ഇപ്പൊ അതിന്റെ കളർ തീരും. കളർ തിന്നപ്പോ പുതിയ അടിച്ചില്ലപ്പാ ഇപ്പ എന്താ പോലെ ആൾക്കൊരു ഇത് ഫ്രണ്ട്സ്. ഇതൊക്കെ ഓരോ ബണ്ണി ഇതാണ് ഫ്രണ്ട്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഫ്രണ്ട്സ്. കണ്ടോ കുറെ ഉണ്ട്. സ്ക്രാപ്പിന്റെ വീഡിയോ ചെയ്തില്ലേ? അതെ ഫ്രണ്ട്സ്. പക്ഷെ ഇതിലൊന്നും നമ്മൾ ഇതേ കാണിച്ചിട്ടില്ലപ്പാ. ഇത് സ്ക്രാപ്പിന്റെ വീഡിയോ കാണാത്തവരുണ്ടാവും. അതെ ഫ്രണ്ട്സ്. കാണാത്തവർ അതെ ഫ്രണ്ട്സ് കണ്ടോളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇനി എത്ര വീഡിയോ കാണാനുണ്ടല്ലപ്പാ ഫ്രണ്ട്സ്. കണ്ടോ ഇത് ഓരോ ബണ്ണിന്റെയാണ്. പിന്നെ വരുന്നത് കുറെ പെൺകുട്ടികൾ ഫ്രണ്ട്സ്. കുറെ എന്താണ് ഓരോ നല്ല ഭംഗിയുള്ള കുറെ കുട്ടികളാണ് ഫ്രണ്ട്സ്. കണ്ടോ അങ്ങനെ കുറേ ഉണ്ട് ഫ്രണ്ട്സ്. ഇത് ഏകദേശം 30-40 എണ്ണം ഉണ്ടാവും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ. കുറേ ഉണ്ട് ഫ്രണ്ട്സ്. വാപ്പുളിയല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കവായി ആണ് ഫ്രണ്ട്സ്. ഇത് ഓരോ കുഞ്ഞി കവായി ആണ്. കണ്ടോ കവായി പറഞ്ഞ ഫ്രണ്ട്സ് ഈ ഭയങ്കര അതെനിക്ക് ശരിക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. പക്ഷെ അത് ഭയങ്കര ക്യൂട്ടാണെന്ന് മാത്രമേ എനിക്കറിയാം ഫ്രണ്ട്സ്. ഇത് ഓരോ ആൾക്കാരാണ് ഇതിൻ്റെ. കണ്ടോ ഫ്രണ്ട്സ് ഇവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേര് എനിക്കറിയാം. ഇതിൻ്റെ പേര് പിന്നെ എല്ലാവർക്കും അറിയാം, ഹലോ കിറ്റി ഫ്രണ്ട്സ്. ഇത് മെയിൻ ആളാണ് ഹലോ കിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആൾ സിനമൺ റോളാണ് ഫ്രണ്ട്സ്. നിങ്ങളുടെ ആരാണ് കവായി ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ കുറേ എന്താണ് ഈ നോട്ട്സ് ഉണ്ട് ഫ്രണ്ട്സ്. നോട്ട് മീ മീമോ പാഡ് ഉണ്ട് ഫ്രണ്ട്സ്. കണ്ടോ ഇത് മൊത്തം അതാണ്. പിന്നെ അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ എന്താണ് കുറേ കവായി ഉണ്ട്. അങ്ങനെ കുറേ സാധനം ഉണ്ട് ഫ്രണ്ട്സ്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ സാധനം ഉണ്ട്. ഇതൊക്കെ ഇനി ഇവിടെ നിൽക്കട്ടെ. ഇനി പിന്നെ ബ്രഷ് പെൻ ഉണ്ട് ഫ്രണ്ട്സ്. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഞാനല്ല കൂടുതൽ ഉപയോഗിക്കല്, മൻകാക്കയാണ് ഫ്രണ്ട്സ് ഉപയോഗിക്കല് ഫ്രണ്ട്സ്. ഈ ബ്രഷ് പെൻ ഈശാനിക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കല്. ഇതിന് മഷിയിരുന്ന ഈശാനിക്കാണ് എനിക്ക് പുതിയ വാങ്ങിച്ചിരുന്നു. ഞാനതിന് ശരിക്കും ഉപയോഗിച്ചില്ല ഫ്രണ്ട്സ്. ഇത് ഞാൻ പിന്നെ മിൻസോളിൽ നിന്ന് വാങ്ങിയാണ്. അയ്യോ പോലെ ഇത് കുറേ എന്താണ് ഫ്രണ്ട്സ് കുറേ സമയത്തിൻ്റെ വീഡിയോ ആയിരിക്കും ഫ്രണ്ട്സ്. യെസ് ഫ്രണ്ട്സ്. കണ്ടോ ഇത് ഓരോ സീസർ. ഇത് ശരിക്കും ഇതാവോ നമുക്ക് നോക്കി നോക്കാം. എവിടെ ഉണ്ട് സ്ക്വയർ പേപ്പർ? ഞാൻ കട്ട് ചെയ്ത് കൊന്ന പേപ്പറാണ് ഫ്രണ്ട്സ് ഇതെന്ന് പറയുന്നത്. കണ്ടോ ഇത് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഇത് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യും ഫ്രണ്ട്സ്. എന്തായാലും കുഴപ്പമില്ല ഫ്രണ്ട്സ്. പിന്നെ ഇതിൽ കുറച്ച് പെൻസിലുണ്ട്. പിന്നെ എന്താ നമുക്കാണ് നമ്മുടെ ഇറേസറിൻ്റെ പിന്നെ ഷാർപ്പ്നർ ഉണ്ട്. ഇതെന്താ ഇത്രയേ ഉള്ളൂ. ഇനിയാണ് നെക്സ്റ്റ് വരുന്നത്. ഇനി എന്താ ഫ്രണ്ട്സ് ഇനി ഇതാണ്. ഇനി ഞാൻ ഇത് കാണിച്ചെടുത്തിട്ടില്ല അല്ല ഫ്രണ്ട്സ്. ഇത് മെയിൻ സാധനമാണ് ഫ്രണ്ട്സ്. എനിക്ക് കുറേ കളക്ഷൻ ഉണ്ട് ഫ്രണ്ട്സ്. ഈ ഇറേസർ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്നത് ഇറേസർ കാര്യങ്ങൾ ഒരു റേസർ കളക്ഷൻ എനിക്കുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ ഇതൊക്കെ ഇറേസർ ആണ്. ഇതൊന്നും യൂസ് ചെയ്യലില്ല അല്ലേ? ഇതൊന്നും യൂസ് ചെയ്തില്ല. ഇതൊക്കെ വെറുതെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഇത് പിന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കണം. പുരാതന വസ്തുക്കളായി മാറോ കുറച്ച് കാലം കഴിഞ്ഞാൽ? ഇല്ല അത് ഞാൻ അതിന് പിന്നെ ഉപയോഗിക്കും. അല്ല ഞാൻ ആർക്കും സംഭാവന കൊടുക്കും ഫ്രണ്ട്സ്. സംഭാവന കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? ഞാൻ മന്മമരാവും ഫ്രണ്ട്സ്. കണ്ടോ കുറേ ഇറേസർ ഫ്രണ്ട്സ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡോണറ്റ് കണ്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇതും ഇറേസർ ആണ് ഫ്രണ്ട്സ്. കണ്ടോ ഇത് കുഞ്ഞി മിനി ഇറേസർ ആണ്. ഇറേസർ കളക്ഷൻ നമുക്കൊരു വീഡിയോ ചെയ്യണം. അതെ ഫ്രണ്ട്സ് നമുക്കൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ഷോർട്ട് ചെയ്യാലപ്പാ ഫ്രണ്ട്സ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇതാണ് ഫ്രണ്ട്സ്. ഇത് ഞാൻ ചെയ്തിരുന്നില്ലപ്പാ. ഇത് നമ്മുടെ മിനിസ്റ്റർ സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇത്രയല്ല ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. കുറച്ചുള്ളൂ ഫ്രണ്ട്സ്. എനിക്ക് കുറച്ചുള്ളൂ. ഇതാണ് നമ്മുടെ